3 തലമുറകളുടെ ഗൈനക്കോളജിസ്റ്റ് ആകാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കുന്നുണ്ട്. അതിനൊക്കെ കാരണം ഈ മിസ്സിസ് മേരി ഫിലിപ്സും അവരുടെ വാക്വം അപ്പറേറ്റസ് എന്ന് പറയുന്ന ഉപകരണവുമാണ്. ഇത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ആദ്യത്തെ മാഗസിൻ എഡിറ്റോറിയൽ ബോർഡാണ്. അതിലേറ്റവും ക്ഷീണിച്ച് കാണുന്ന വ്യക്തിയാണ് ഞാൻ. ശാന്ത പറഞ്ഞ് ഈ പടം കാണിക്കണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞാനത് ചരിത്ര പ്രാധാന്യമുള്ളതുകൊണ്ട് ആ പടം കാണിക്കാണ്. ഞങ്ങൾ 2 പേര് പിൽക്കാലത്ത് എഴുത്തുകാരായി. ഞാനാണ് എഴുത്തുകാരനായത്. ഇദ്ദേഹം ഡോക്ടർ CN ഗോപിനാഥൻ നായർ TB സ്പെഷ്യലിസ്റ്റാണ്. മലബാറിൽ വർക്ക് ചെയ്യുന്നു. എന്നെപ്പോലെ തന്നെ നിരവധി പുസ്തകങ്ങളുടെയൊക്കെ കർത്താവാണ്. ഇദ്ദേഹമാണ് ഡോക്ടർ ജയരാമ പണിക്കർ. ജയരാമ പണിക്കർ ഞങ്ങളുടെ ബാക്ടീരിയോളജിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് ആദ്യമായിട്ട് ടൈഫോയിഡ് ബാസിലൈ ക്ലോറോമൈസറ്റിൻ എന്ന ഔഷധത്തിന് റെസിസ്റ്റൻസ് ഉണ്ടായി. പണ്ട് കാലത്ത് നമ്മളെ ടൈഫോയിഡിനൊക്കെ ക്ലോറോമൈസറ്റ് എന്ന് പറയുന്ന ടാബ്ലറ്റാണ് കൊടുക്കുന്നത്, ക്യാപ്സ്യൂൾ. ആ ക്യാപ്സ്യൂൾ ഫലപ്രദമല്ലാതെ വന്നു എന്ന് ലോകത്തിൽ ആദ്യമായിട്ട് കണ്ടുപിടിച്ച വ്യക്തിയായിരുന്നു ഡോക്ടർ ജയരാമ പണിക്കർ. ഇത് ഡോക്ടർ രമേശ് ചന്ദ്രൻ, അമേരിക്കയിലെ ഏറ്റവും വലിയ കാർഡിയോളജിസ്റ്റാണ്. അദ്ദേഹം വരുന്ന അക്കാലത്തെ എഡിറ്റർ. അടുത്ത സ്ലൈഡ്. ഇത് വിജയലക്ഷ്മി കുഞ്ഞമ്മ, നമ്മുടെ ആനിക്കാടുള്ള എൻ്റെ കസിൻ്റെ മകനാണ്. ഡോക്ടർ മനീഷ് ആനിക്കാട് ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെ നാട്ടിലുള്ള കർത്തക്കന്മാരുടെ കുടുംബത്തിൽപ്പെട്ട വിജയലക്ഷ്മി കുഞ്ഞമ്മ. അവരുടെ ഭർത്താവ് ഒരു കൽക്കട്ടക്കാരനായിരുന്നു, മുഖർജി. ഈ മാഡത്തിനെയും എനിക്ക് ഒരു കാലത്തും ജീവിതത്തിൽ മറക്കാൻ സാധിക്കത്തില്ല. കാരണം നമ്മളുടെ ഗൈനക്കോളജിസ്റ്റ് അവരുടെ പ്രാക്ടീസിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസ് എന്ന് പറയുന്നത് റപ്ചേർഡ് എക്ടോപിക് ജസ്റ്റേഷനാണ്. ഗർഭപാത്രത്തിന് വെളിയിലുള്ള ഗർഭധാരണം പൊട്ടി വരുന്ന സ്ഥിതിവിശേഷം. അത് ചില കേസുകളുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ആ കേസുകൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് എന്നെ കാണിച്ചു തന്നതാണ് ഈ ഡോക്ടർ വിജയലക്ഷ്മി. അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ ഒരു കാലത്തും മറക്കാനൊക്കത്തില്ല. കാരണം ഞാൻ വിവിധ പ്രദേശങ്ങളിൽ വൈക്കത്ത്, ചേർത്തല, പത്തനംതിട്ടയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് എനിക്ക് എക്ടോപിക് ജസ്റ്റേഷൻ എന്ന് പറയുന്ന ഗുരുതരമായ ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്യേണ്ടി വന്നു. അപ്പം അതിനൊക്കെ അന്ന് എനിക്ക് ധൈര്യം തന്നത് ഈ മിസ്സസ് മുഖർജിയാണ്. അടുത്തത് എനിക്ക് മറക്കാനാവാത്ത രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. എനിക്ക് കേരളത്തിലെ 10 ആരോഗ്യമന്ത്രിമാരുമായിട്ട് വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി കണ്ടുമുട്ടേണ്ടി വന്നു. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം എനിക്ക് സ്മരിക്കാനുള്ളത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് ഞാനിന്ന് കോട്ടയത്തെ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറായിരുന്നു. ഞാൻ താമസിക്കുന്നത് മണർകാട്. ഉമ്മൻചാണ്ടി ജയിച്ചു കഴിഞ്ഞ ഉടനെ ഉമ്മൻചാണ്ടിയുടെ ആരാധകരെ അദ്ദേഹത്തെ തോളിൽ